എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു കഥ കേൾക്കാം. അത് ഗുരുവായൂരപ്പനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയാണ്. ആപദ്ബന്ധുവാണ് ഗുരുവായൂരപ്പൻ എന്നല്ലേ പറയുന്നത്. അതിന് ദൃഷ്ടാന്തമായിട്ടുള്ള ഒരു കഥയാണ് ഇന്ന് പറയാൻ പോണത്. നിറങ്കൈതക്കോട് എന്ന സ്ഥലത്ത് ഒരു രാവുണ്ണി നായരെന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ മാസവും ഭഗവാനെ പോയി തൊഴുത് പോരുന്ന ആളായിരുന്നു. എല്ലാ മാസവും തിങ്കൾ ഭജനം എന്ന് പറയും. അങ്ങനെ 12 കൊല്ലം മുടങ്ങാതെ തിങ്കൾ ഭജനം ചെയ്ത എൻ്റെ പുണ്യം ഉള്ള ഒരു സാധു മനുഷ്യനാണ് ഈ രാവുണ്ണി നായർ. വലിയ പ്രാരബ്ധക്കാരനുമാണ്. മക്കളും മരുമക്കളും ഒക്കെ ആയിട്ട് ഒരു 10-20 അംഗങ്ങൾ ഒരു കുടുംബത്തിൽ. അവരെ എല്ലാം നോക്കി സംരക്ഷിച്ച് കൊണ്ട് നടക്കേണ്ട ചുമതല ഈ രാവുണ്ണി നായരുടെ ചുമതലയായിരുന്നു. ഒരു സഹോദരി, രാവുണ്ണി നായർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, മക്കൾ, പിന്നെ സഹോദരി, അവരുടെ മക്കൾ, പിന്നെ അച്ഛനും അമ്മയും, ഇത്രയും പേര് ഒരുമിച്ച് ഒരു വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. അദ്ദേഹത്തിനാണെങ്കിൽ ഒരു ഹജൂർ ഓഫീസിൽ ഒരു ശിപായി ആയിട്ടാണ്, എന്നുവെച്ചാൽ പ്യൂണായിട്ടാണ് ജോലി ഉണ്ടായിരുന്നത്. പിന്നെ കഷ്ടിച്ച് 1 ഏക്കർ കൃഷി ചെയ്യാനുള്ള നിലം ഉണ്ടായിരുന്നു. പിന്നെ ഒരു 10-50 തെങ്ങുകളുണ്ടായിരുന്നു. ഇതാണ് ആകെയുള്ള സ്വത്ത്. അന്നന്നത്തെ കഴിഞ്ഞ് ഇങ്ങനെ പോവും. ഒന്നും മിച്ചം വയ്ക്കാനില്ല. അത്രയേ ഉള്ളൂ. ജീവിതം അങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. രാവുണ്ണി നായർക്ക് 2 ആൺമക്കളും 1 മകളും ഉണ്ട്. സഹോദരിക്കാണെങ്കിൽ 5 കുട്ടികൾ. ഇവരെല്ലാവരും കൂടി ഒരു വീട്ടിൽ. മൂത്ത മകൾക്ക് ദേവയാനി എന്നാണ് പേര്. ഒരു വിവാഹാലോചന വന്നു. സാമാന്യം ഭേദപ്പെട്ട ഒരിടത്തു നിന്നാണ്. അയാൾക്കാണെങ്കിൽ ബോംബെയിൽ നല്ലൊരു ജോലിയാണ്. അപ്പോൾ രാവുണ്ണി നായരുടെ മകള് ദേവയാനിയെ കണ്ടാൽ നല്ല സുന്ദരിയാണ്. അത്ര ഐശ്വര്യമുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ഈശ്വരൻ കൊടുത്തതാണ് ആ ഐശ്വര്യം. വേറെ സ്വത്തും മുതലും ഒന്നും ഇല്ലാത്തവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഭഗവാൻ കൊടുക്കും അല്ലേ, അതിന് പകരം. അപ്പോൾ അങ്ങനെ കിട്ടിയതായിരിക്കും ഈ സൗന്ദര്യം. അപ്പോൾ രാവുണ്ണി നായർ മകളുടെ കല്യാണം ഗംഭീരമായി, ആ കല്യാണം ഉറപ്പിച്ചു. ആ കല്യാണം ഗംഭീരമായിട്ട് നടത്തി. അവനവൻ്റെ കഴിവിനെ കവിഞ്ഞ ഒരു നിലയിലാണത്രേ മകളുടെ കല്യാണം നടത്തിയത്. ബന്ധുക്കളെയൊക്കെ സ്വീകരിച്ചതും ഒക്കെ നല്ല നിലയിലാണ്. ഒരു മോശവും വരുത്തിയിട്ടില്ല എന്നർത്ഥം. കല്യാണം കഴിഞ്ഞതോടെ രാവുണ്ണി നായർ പണ്ടത്തെക്കാളും കഷ്ടപ്പാടായി. പണ്ടന്നെ കഷ്ടപ്പാടാണ്. അപ്പോൾ ഈ കേമായിട്ട് കല്യാണം കഴിച്ചപ്പോൾ പണ്ടത്തെക്കാളും മോശമായി സ്ഥിതികൾ. ആ കൊല്ലത്തെ കൃഷിയാണെങ്കിൽ മുഴുവനും നശിച്ചു പോവുകയും ചെയ്തു. ഒന്നും കിട്ടിയില്ല. അരി കടയിൽ നിന്ന് അരി ഊണ് കഴിക്കാനുള്ള അരി കിട്ടാറുള്ളതാണ് ആ 1 ഏക്കർ നിലത്തിൽ നിന്ന്. പക്ഷേ ആ കൊല്ലത്തിൽ കൃഷി പിഴച്ചു പോയതുകൊണ്ട് കടയിൽ പുറത്തുനിന്ന് അരി വാങ്ങി എടുക്കേണ്ട അവസ്ഥ വന്നു. വാങ്ങേണ്ടി വന്നു. ഉണ്ണാൻ അരി വാങ്ങേണ്ടി വന്നു എന്നർത്ഥം. വീടിൻ്റെ തൊട്ടടുത്ത് ഒരു അരിക്കച്ചവടക്കാരനുണ്ടായിരുന്നു. സുബ്ബരായർ എന്നാണ് ആ കടക്കാരൻ്റെ പേര്. ആ കടയിൽ സ്ഥിരം പറ്റുകാരനായി നമ്മുടെ രാവുണ്ണി നായർ. ഉപ്പും മുളകും കടുകും സോപ്പും ഒക്കെ വേണമല്ലോ. ഒരു കുടുംബത്തിലേക്ക് എന്തെല്ലാം കാര്യം വേണം, എല്ലാം പുസ്തകത്തിൽ എഴുതും സുബ്ബരായർ. കൊങ്ങിണിയാണ് സുബ്ബരായർ. അദ്ദേഹത്തിൻ്റെ കടയിൽ നിന്ന് അദ്ദേഹം ഇതെല്ലാം കൊടുക്കുകയും ചെയ്യും. അപ്പോൾ വലിയൊരു തുകയ്ക്ക് കടക്കാരനായി. കുറേ കഴിഞ്ഞപ്പോഴേക്കും വലിയൊരു തുക കൊടുക്കാനായി കടയിൽ. അപ്പം മറ്റുള്ളവരോട് കാശ് കടം ചോദിച്ച് ഇരന്ന് വാങ്ങിയിട്ട് ജീവിക്കുന്ന ഒരു ശീലം ഈ രാവുണ്ണി നായർക്ക് ഇല്ല താനും. നല്ല കഠിനാധ്വാനം ചെയ്തിട്ടാണ് ജീവിച്ചിരുന്നത്. ഈ ശിപ്പായി ഈ ഓഫീസിലെ പണി കഴിഞ്ഞ് വന്നാൽ പറമ്പിൽ സന്ധ്യ ആവുന്നത് വരെ പറമ്പിൽ പണിയെടുക്കും. അതുപോലെ തന്നെ കണ്ടത്തിൽ കൃഷി നിലത്ത് പോയി നോക്കും. വിളവൊക്കെ നന്നാവാൻ എന്തൊക്കെ മാർഗമുണ്ടോ അതൊക്കെ ചെയ്യും. എന്നിട്ടും കൃഷി പിഴച്ചു പോയി. അതാണ് തുടർച്ചയായി 2 പ്രാവശ്യം പ്രകൃതിക്ഷോഭം ഉണ്ടായിത്രേ. ഒരു മണി അരി പോലും കിട്ടാതെ മുഴുവനും നശിച്ചുപോയി.
അങ്ങനെ ദാരിദ്ര്യം പിടിച്ചിരിക്കുന്നതിനിടയിലാണ് മകളുടെ കല്യാണം, വയസ്സായ അമ്മയുടെ ചികിത്സ. അങ്ങനെ ഒരു എന്താണ് പറയുക, സാമ്പത്തിക തകർച്ച എന്നൊക്കെ പറയില്ലേ, അങ്ങനെയായി. മകളുടെ കല്യാണം കഴിച്ചു കൊടുത്ത ബന്ധുവീട്ടിൽ നിന്ന് ഒരു ദിവസമുണ്ട്, രാത്രി സമയത്ത് ഈ മകളും ഭർത്താവിൻ്റെ അമ്മയും, അതുപോലെ മകളും മകളുടെ ഭർത്താവിൻ്റെ അമ്മയും സഹോദരിയും ആ സഹോദരിയുടെ കുട്ടികളും എല്ലാവരും കൂടി ഒരു ദിവസം സന്ധ്യ കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്നിറങ്ങിയിരിക്കുന്നു. വാസ്തവത്തിൽ ഈ രാവണി നായർ വിചാരിച്ചത് അവർക്ക് അച്ഛനെ കണ്ടില്ല, അപ്പോൾ അച്ഛനെന്തോ പറ്റി എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ വന്നപ്പോഴാണ് അറിയണത് മകളുടെ ഭർത്താവ് പുതിയ കാറ് വാങ്ങിയിത്രേ. അപ്പോൾ ആ കാറ് വാങ്ങിയിട്ട് എല്ലാവരും കൂടി ആ കാറിൽ ഗുരുവായൂർ പോയി തൊഴാൻ വന്നതാണ്. അപ്പോൾ ഏതായാലും ഗുരുവായൂർ വരെ വന്നതല്ലേ, പോണ വഴിക്ക് വീട്ടിൽ കയറി, തൊഴുതു വരണ വരവിൽ വീട്ടിൽ കയറി ഒന്ന് അന്വേഷിക്കാം എന്ന് മകളുടെ ഭർത്താവിന് തോന്നി. കാറ് വാങ്ങിയ കാര്യം അപ്പം തന്നെ അച്ഛനെ അറിയിക്കണം എന്നൊക്കെ അങ്ങനെ ഒരു മോഹവും. അങ്ങനെയാണ് എല്ലാവരും കൂടി വന്നത്. ദേവയാനിക്കറിയാം, മകൾക്കറിയാം, ഇവിടെ എല്ലാവരും കൂടി ഈ അസമയത്ത് ഇവിടെ വന്ന ഒരു വിവരവും കൊടുക്കാതെ ഇവിടെ വന്നാൽ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ബുദ്ധിമുട്ടാണ് എന്ന് ദേവയാനിക്ക് അറിയാം. എന്നാലും ഒന്നും പറയാൻ നിവൃത്തിയില്ലല്ലോ. അപ്പം അവളൊന്നും മിണ്ടിയില്ല. പോണ വഴിക്ക് തൻ്റെ വീട്ടിൽ കയറണ്ട എന്ന് പറയാൻ ദേവയാനിക്ക് പറ്റില്ല, അതുകൊണ്ട് ഒന്നും മിണ്ടിയില്ല എന്ന്. ഒരു കാറ് നിറച്ച ആൾ വന്ന് കയറിയപ്പോൾ രാവണി നായരുടെ ഉള്ളൊന്ന് എന്താ പറയുക, പേടിച്ചു. ഗതികേടിൻ്റെ വലിപ്പം അല്ലേ, അത്രയേ ഉള്ളൂ. വന്നിരിക്കണതാണെങ്കിലോ പുതിയ കല്യാണ ചെറുക്കനും പെണ്ണും ചെറുക്കൻ്റെ വീട്ടുകാർ എല്ലാം വേണ്ടപ്പെട്ടവരാ. വിരുന്നിന് വന്നതല്ല, എന്നാലും കല്യാണം കഴിച്ചു കൊണ്ടുപോയിട്ട് കുറച്ച് മാസമേ ആയിട്ടുള്ളൂ, പുതിയ മോടിയാണ്. അപ്പോൾ ആരും ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഈ ഭാഗത്തേക്ക് വന്നിട്ടുമില്ല. ഇപ്പോൾ തൻ്റെ മകളുടെ ഭർത്താവിന് ഇപ്പം നല്ല ഐശ്വര്യം ഒക്കെ ഉള്ള സമയമാണ്, കാറും ഒക്കെ വാങ്ങി. അന്നത്തെ കാലത്ത്, ഒരുപാട് കാലം മുമ്പുള്ള കഥയാണ്, അന്നത്തെ കാലത്ത് ഒരു കാറ് വാങ്ങുക എന്ന് പറഞ്ഞാൽ വലിയ കേമാണ്, ഇന്നത്തെ പോലെയല്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞ് അധികം വൈകുന്നതിന് മുമ്പേ കാറും ഒക്കെ വാങ്ങി. അങ്ങനെ പല ചിന്തകൾ ഈ രാവണിയാരുടെ മനസ്സിൽ വന്നു. അപ്പം എന്തായാലും അതിഥികളെ സന്തോഷമായിട്ട് സ്വീകരിച്ചു. വയറ്റിനകത്ത് തീയായിരുന്നു, മനസ്സിലും തീയായിരുന്നു. വീട്ടിൽ നാഴി അരി പോലും ഇരിക്കില്ല. ഈ പെട്ടെന്ന് വന്ന് അവരോട് ഇനി കഴിച്ചിട്ട് പോവാം എന്നൊരു മര്യാദയ്ക്കെങ്കിലും പറയണ്ടേ, രാത്രിയിൽ ഇനിയിപ്പോൾ ഊണ് കഴിച്ച് പോയാൽ മതി എന്നൊരു മര്യാദ വർത്താനം പറയണ്ടേ, അതിന് നിവൃത്തിയില്ല. നാഴി അരി ഉണ്ടായിരുന്നത്, നാഴി അരി എപ്പോഴും ഈ രാവണിയാരുടെ ഭാര്യ വേറെ എടുത്തു വയ്ക്കും അത്രേ. അന്നാണെങ്കിൽ ആ നാഴി അങ്ങനെ എടുത്തു വയ്ക്കണ, വേറെ അരി ഇല്ലാഞ്ഞിട്ട് അങ്ങനെ എടുത്തു വയ്ക്കണ ആ ഒരു നാഴി അരി കൊണ്ടാണ് അത്ര അന്ന് അത്താഴത്തിന് അരി ഇട്ടത്. അത് എല്ലാവരും സന്ധ്യ കഴിഞ്ഞ് പണ്ടത്തെ കാലത്തൊക്കെ ഇരുട്ടായി കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കും. 7 മണി 7:30 ആകുമ്പോഴത്തേനും അത്താഴം കഴിക്കും എല്ലാവരും. അങ്ങനെ ഇപ്പോഴത്തെ പോലെ പാതിരയ്ക്കല്ല കഴിക്കണത്. ഇപ്പം നമുക്ക് അങ്ങനെയുള്ളൊരു ശീലങ്ങളൊന്നും ഇല്ലല്ലോ. പണ്ട് ഈ സന്ധ്യ മയങ്ങി ഈ രാത്രിയായി എന്ന് കണ്ടാൽ എല്ലാവരും അത്താഴം കഴിച്ച്, പണ്ടിപ്പോൾ ഇന്നത്തെ പോലെയുള്ള സോഷ്യൽ മീഡിയ അതൊന്നും ഇല്ലല്ലോ, നേരം പോകാനും ഒരു വഴിയില്ല. ആകെ പണ്ടത്തെ കാലത്ത് എല്ലായിടത്തും റേഡിയോ പോലും ഇല്ലായിരുന്നു. അതുപോലെ TV, ഇതുപോലെ നമ്മുടെ ഇപ്പോഴുള്ള പോലെയുള്ള സോഷ്യൽ മീഡിയ സൗകര്യങ്ങൾ അതൊന്നും ഇല്ലാത്ത കാലമാണല്ലോ. കറണ്ട് പോലും ഇല്ലാത്ത കാലമാണ്. അതൊക്കെ ഒന്ന് ചിന്തിക്കുക. അപ്പോൾ ആ കാലത്തെ പറ്റിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ള കാലമാണ്. അപ്പോൾ സന്ധ്യ മയങ്ങിയാൽ എല്ലാവരും അത്താഴം കഴിക്കും, കിടന്നുറങ്ങും, പിന്നെ നേരത്തെ എണീറ്റ് അവനവൻ്റെ പണികളിൽ മുഴുകും. അങ്ങനെയാണ് അന്നത്തെ കാലമൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ അരിയിട്ട് ഉള്ളത് കൊണ്ട് അവർ കുറേശ്ശെ എല്ലാവരും കഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവരുടെ വരവ്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ ചെയ്യണ്ടേ എന്നൊരു നിവൃത്തിയില്ല. അപ്പോൾ എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ അഭിമാനം കാത്തു രക്ഷിക്കണേ,
ഇന്ന് ഈ അതിഥികൾക്ക് എന്താ ഞാൻ ചോറ് കൊടുക്കാൻ ചെയ്യണ്ടേ എന്ന് ഗുരുവായൂരപ്പനോടാണ് ചോദിച്ചത്. വേറെ ആരും ചോദിക്കാനില്ല. പെട്ടെന്ന് രാവുണ്ണി നായർക്കൊരു ബുദ്ധി തോന്നി. സുബ്ബരായരുടെ കടയിൽ പോയി അരി വാങ്ങി പോരാ. പീടികയിലിപ്പോൾ അദ്ദേഹം ഉണ്ടോയെന്ന് പോലും അറിയില്ല. ഇല്ല എന്നാണെങ്കിൽ നേരെ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ കഷ്ടപ്പാടങ്ങനെ പറയാം. ഉള്ള കാശെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് കുറച്ച് അരി തരാൻ പറയാം. അപ്പോൾ രാത്രി ഈ സുബ്ബരായരാണെങ്കിൽ എന്ത് ചെയ്യുന്ന, രാത്രിയിൽ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആർക്കും കടം കൊടുക്കില്ല. അങ്ങനെ ഒരു നിർബന്ധക്കാരനാണ്. പകലൊക്കെ ആര് വന്ന് എന്തു സങ്കടം പറഞ്ഞാലും സഹായിക്കും, കടം കൊടുക്കും, ഒക്കെ ചെയ്യും. സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കടം കൊടുക്കില്ല. അങ്ങനെ ഒരു നിർബന്ധം ഈ സുബ്ബരായർക്കും ഉണ്ട്. സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ വാങ്ങുന്ന സാധനം എന്ത് സാധനം വാങ്ങിയാലും പൈസ മുഴുവൻ കൊടുക്കണം. അതാണ് സുബ്ബരായരുടെ നടപടി. അപ്പോൾ സുബ്ബരായരുടെയൊക്കെ ഒരു മകൻ ഉണ്ട്. അപ്പോൾ രാമനാഥ പൈ എന്നാണ് ആ മകൻ്റെ പേര്. ആ മകനാണ് അവിടെ ക്യാഷിൽ ഇരിക്കണമെന്ന് വെച്ചാൽ കുറച്ച് രക്ഷയുണ്ട്. സുബ്ബരായരുടെ അത്രയും കടുംപിടുത്തം മകന് ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ രാത്രി ഇതൊക്കെ ആലോചിച്ച് ചെന്നപ്പോഴത്തേക്കും രാത്രി 10 മണിയായിരിക്കണം. ചില ദിവസം 10 മണി 11 മണി ഒക്കെ വരെ ഈ മകൻ ഇങ്ങനെ കടയിലെ കണക്കൊക്കെ പരിശോധിച്ച് അങ്ങനെ ഇരിക്കും അത്രേ. അപ്പോൾ രാമനാഥ പൈ അവിടെ പീടികയുടെ മുമ്പിൽ 2 പലകയും തുറന്നിട്ട് ഇരുന്ന് കണക്കെഴുതാനിരിക്കണുണ്ടാവണേന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ച് അങ്ങോട്ട് പോയി. അങ്ങനെ രാമനാഥ പയ്യ ആയിരിക്കണേ അവിടെ കണക്കെഴുതിയിട്ടുണ്ടാവണേ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ച് കടയിലേക്ക് പോയി. എന്ത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്തോ നല്ല കാലത്തിന് സുബ്ബരായർ കട അടച്ചിരുന്നില്ല. സുബ്ബരായർ തന്നെ ആയിരുന്നു അവിടെ ഇരുന്ന്. സുബ്ബരായരാണോ ആരായാലും അവിടെ കട അടച്ചിട്ടുണ്ടായിരുന്നില്ല. ആരോ ഒരാൾ മനസ്സിലായില്ല ആരോ അങ്ങനെ പിരിവ് സംഖ്യ ഇങ്ങനെ മേശപ്പുറത്ത് വെച്ച് അങ്ങനെ എണ്ണിയിരിക്കുന്നുണ്ട് പൈസ. അന്നത്തെ കിട്ടിയ പൈസയൊക്കെ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സുബ്ബരായർ അല്ല, മകനും അല്ല, ഇതാരാ? ഒരാളവിടെ ഇരിപ്പുണ്ട് കടയിൽ. അപ്പോൾ രാവണിയാർക്ക് പരിചയമില്ല ആളെ, അപരിചിതനാണ്. ഇതിനു മുമ്പ് ഈ പീടികയിൽ ഇയാളെ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ വിചാരിച്ചു ഈ സുബ്ബരായരുടെ മകളുടെ ഭർത്താവുണ്ട്, ഒരു രാമകൃഷ്ണൻ, അയാളായിരിക്കും. അപ്പോൾ അയാൾ ഈ ബേക്കെടുക്കുക എന്ന സ്ഥലത്ത്, കാസർഗോഡ് എങ്ങാണ്ടാണ് ആ സ്ഥലം, മകളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാസർഗോഡിനും മംഗലാപുരത്തിനും ഒക്കെ ആ ഭാഗത്താണ്. അവിടെ നിന്നാണ് ബന്ധുവിനെ കിട്ടിയത് എന്നൊക്കെ സുബ്ബരായർ പറഞ്ഞ ഓർമ്മയുണ്ട്. എന്നാൽ പിന്നെ ഈ തൻ്റെ പറ്റുവരവിൻ്റെ കഥ അയാളെ എങ്ങനെ പറഞ്ഞറിയിക്കും എന്നൊക്കെ വിചാരിച്ച് പല വിചാരങ്ങളാണ്. കയ്യിൽ പൈസ ഉണ്ട്, കുറച്ച് പൈസയേ ഉള്ളൂ. അത് തന്നെ ഭഗവാന്റെ ഈ കുടുക്ക തല്ലി പൊളിച്ചിട്ട് കിട്ടിയ പൈസയാണ് ഇപ്പം കയ്യിൽ ഉള്ളത് പോലും. ഗത്യന്തരമില്ലാതായപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വന്നതാ. ഭഗവാന് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ. അതുകൊണ്ട് കുടുക്ക തല്ലി പൊളിച്ചാലും ഒരു ദോഷവും വരാൻ പോണില്ല. ഉണ്ടാവുമ്പോൾ ഇതിൻ്റെ ഇരട്ടി അങ്ങോട്ട് ഇട്ടേക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് തല്ലി പൊളിച്ചത് കുടുക്ക. അങ്ങനെ ഏതാനും നിമിഷം അങ്ങനെ അരച്ച് ഗുരുവായൂരപ്പനെയും വിചാരിച്ച് രാവണി നായർ പീടികയുടെ കോലായിലേക്ക് കയറി അവിടെ നിന്ന് പരിങ്ങി നിന്നു. പിന്നെ എണ്ണണ ആളുടെ അടുത്തേക്ക് ഒന്ന് നീങ്ങി നിന്നു. അപ്പോൾ വെളിച്ചത്തിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ പണം എണ്ണിക്കൊണ്ടിരുന്ന ആളുടെ മുഖം മനസ്സിലായി. അപ്പോൾ പണം എണ്ണിക്കൊണ്ടിരുന്ന ആൾ നല്ല പരിചയമുള്ള പോലെ രാവണി നായരെ കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചു. എന്താ രാവണി നായരെ, എന്താ ഈ അസമയത്ത് കോട്ടയൊക്കെ ആയിട്ട് വന്നേക്കണേ? പറഞ്ഞോളൂ, എന്താ? ഞാൻ പീടിക പൂട്ടാൻ പോവാ എന്ന് പറഞ്ഞു. ഇപ്പം പൂട്ടാൻ നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞു. എനിക്കൊരു 2 കിലോ അരി വേണം, വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു രാവണി നായർ.
ഇത് പറയാനാണോ രാവണിയാരെ ഇത്രയും നേരം ഇവിടെ ഇങ്ങനെ മടിച്ച് നിന്നത്? എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തു കൊണ്ടുപോക്കോളും. വല്യച്ഛൻ എന്നോട് എല്ലാ വിവരവും പറഞ്ഞിട്ടുണ്ട്. ഏത് സമയത്ത് വന്നാലും പല വ്യഞ്ജനങ്ങളും അരിയും എത്ര വേണമെങ്കിലും രാവണിനായർക്ക് തന്നോളാൻ എന്നോട് വല്യച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. രാവണിനായരുടെ കണ്ണ് നിറഞ്ഞൊഴുകി. ഭഗവാന്റെ കാരുണ്യം വിചാരിച്ച്, അതിൻ്റെ മഹിമ ഒക്കെ വിചാരിച്ചിട്ട് രാവണിയാർ മടിയിൽ വെച്ചിരുന്ന ആ പൈസ, കുടുക്ക തല്ലി പൊട്ടിച്ച പൈസ ഉണ്ടല്ലോ, അതെടുത്ത് മേശപ്പുറത്ത് വെച്ചു. ഇത് എത്ര ഉണ്ട് ഞാൻ എത്ര ഉണ്ട് ചോദിച്ചു അയാൾ. അപ്പോൾ രാവണിയാർ പറഞ്ഞു, ഞാൻ എണ്ണിയിട്ടേ ഇല്ല, കുടുക്ക തല്ലി പൊളിച്ചതാ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരി, ഞാനിത് ഇങ്ങനെ തന്നെ എടുത്ത് വയ്ക്കാം, വല്യച്ഛൻ വന്നിട്ട് എണ്ണി എടുത്തോട്ടെ, രാവണിയാരുടെ വരവ് എന്നൊരു കുറിപ്പ് എഴുതി വച്ചേക്കാം, ഈ പൈസയും അതിൻ്റെ മുകളിൽ വയ്ക്കാം, എന്താ പോരെ എന്ന് ചോദിച്ചു. ഇനി വല്ലതും എന്തൊക്കെ വേണ്ടേ, ഇനിയും വല്ലതും വേണമെന്നുണ്ടെങ്കിൽ എടുത്തോളൂ എന്നും പറഞ്ഞു. വേണ്ട എനിക്ക് ഈ 2 കിലോ അരി മാത്രം വേണ്ടി, മറ്റുള്ള അതൊക്കെ അത്യാവശ്യത്തിന് എൻ്റെ വീട്ടിലുണ്ട്, അരി മാത്രം ഇല്ല. ഈ രാത്രി ആ സമയം ആയത് ആണല്ലോ എന്ന് തോന്നി. പിന്നെ വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ കടം കിട്ടില്ലല്ലോ, അതും വിചാരിച്ചിട്ട് ഗുരുവായൂരപ്പന് ഒഴിഞ്ഞു വെച്ച കാശിൻ്റെ കുടുക്ക തട്ടിപ്പൊളിച്ചിട്ട് കൊണ്ടുവന്നതാ, ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. ആ സമയത്ത് ഇപ്പം ഈ സമയത്ത് മകളും മകളുടെ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും എല്ലാവരും കൂടി അതിഥികളായി വന്നു. ഞാൻ അങ്കലാപ്പിൽ പെട്ടു എന്നൊക്കെ രാവണിനായർ ഇയാളെ പറഞ്ഞ് ബോധിപ്പിച്ചു. അതൊന്നും സാരമില്ല രാവണിയാരെ, അതൊക്കെ ദൈവത്തിൻ്റെ ചില പരീക്ഷണങ്ങളാണ്. ഏത് വലിയവനും അതിനനുസരിച്ച് ചില പ്രതിസന്ധികൾ, എത്ര കാശുള്ള ആൾക്കും അയാൾക്ക് അനുസരിച്ചിട്ടുള്ള ചില പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ വരും. അപ്പോഴൊക്കെ നമുക്ക് വിശ്വസിക്കാൻ, നമുക്ക് മുറുക്കെ പിടിക്കാൻ ഒരു ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തി രക്ഷയ്ക്ക് വരും. അതാണ് ഗുരുവായൂരപ്പൻ നിങ്ങളുടെ വിഷമം മനസ്സിലാക്കി. ഞാൻ സുബ്ബരായരടികളുടെ ബന്ധുവാണ്, ഞാൻ രാത്രി മടങ്ങി ചെന്നിട്ട് ഉണ്ടായ സംഗതികളെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞേക്കാം, അപ്പോൾ ധൈര്യമായിട്ട് പൊക്കോളൂ എന്നൊക്കെ പറഞ്ഞു സമാധാനിപ്പിച്ച് രാവണിയാരെ പറഞ്ഞയച്ചു. രാവണിയാർ വീട്ടിലെത്തി. വന്ന അതിഥികൾക്കൊക്കെ നന്നായിട്ട് കൊടുത്തു. ഊണ് കഴിച്ചിട്ട് ഉടനെ എല്ലാവരും, ഒരുപാട് രാത്രിയായില്ലേ, അവരൊക്കെ അവരുടെ ആ കാറിൽ വന്ന പോലെ മടങ്ങുകയും ചെയ്തു. അങ്ങനെ സുബ്ബരായരും രാവണിനായരും തമ്മിൽ കണ്ടു പിന്നെയും. അപ്പോൾ രാവണിനായർ ഈ ഉണ്ടായ കാര്യങ്ങളൊക്കെ വിസ്തരിച്ചു പറഞ്ഞു. അപ്പോൾ സുബ്ബരായർ പറയണു, എനിക്കങ്ങനെ ഒരു ബന്ധു ഇല്ലല്ലോ എന്ന്. അങ്ങനെ ഒരു ബന്ധു എനിക്കില്ല. പീടിക ആ ദിവസം, ആ രാവണിനായർ പറയണ ദിവസം ആ സമയത്ത് പീടിക തുറന്നു വച്ചത് ആരാണോ, പീടിക തുറന്നിട്ടില്ല എന്നാണ് സുബ്ബരായർ ആ രാവണിനായർ പറഞ്ഞ സമയത്ത് പീടിക തുറന്നിട്ടേ ഇല്ല, എനിക്കങ്ങനെ ഒരു ബന്ധുവില്ല എന്നാണ് സുബ്ബരായർ പറയണത്. പക്ഷേ അവർക്ക് 2 പേർക്കും മനസ്സിലായി ആ സമയത്ത് ആരാണ് കട തുറന്ന് വെച്ച് അവിടെ പൈസ എണ്ണിക്കൊണ്ടിരുന്നത് എന്ന്. അങ്ങനെ ഈ 2 പേർക്കും പൂർണ്ണ ബോധ്യം വന്നു, ആരായിരുന്നു കട തുറന്നത്. ഇപ്പം നമുക്ക് മനസ്സിലായി അല്ലേ, ആരാ കട തുറന്നിരുന്നേ? അതാണ് ആപദ്ബന്ധുവായ അല്ലെങ്കിൽ ആശ്രിത വത്സലനായ ആ ഗുരുവായൂരപ്പന് എടുക്കാൻ പറ്റാത്ത യാതൊരു വേഷവും ഇല്ല എന്ന് ഇപ്പം അന്ന് അവർക്ക് മനസ്സിലായി, ഇപ്പോൾ നമുക്ക് മനസ്സിലായി അല്ലേ. അത് ഇന്ന് വരെ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം. ഏത് വേഷം വേണമെങ്കിലും ഗുരുവായൂരപ്പൻ എടുക്കും. അതാണ് ഫാൻസി ഡ്രസ്സ് എന്നൊക്കെ പറയും. ഏത് വേഷത്തിനും തയ്യാറായ ആളാണ്. അങ്ങനെയാണ് ഒരു വിശ്വാസം, നമുക്ക് എന്നെ ഗുരുവായൂരപ്പൻ കൈവിടില്ല എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് വരില്ല. വിശ്വാസം അതല്ലേ എല്ലാം എന്ന് നമ്മളൊരു പരസ്യം കേൾക്കാറില്ലേ, അതാണ് അത് ശരിക്കുള്ളൊരു വേർഡാണത്. വിശ്വാസം ഗുരുവായൂരപ്പനോട്, അതാണ് വേണ്ടത്.
ഈ കഥ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പണ്ട് കാലത്ത് വായിച്ച ഒരു കഥയാണിത്. അത് നിങ്ങളോട് പങ്കുവയ്ക്കണു എന്ന് മാത്രം. ഇത് കേട്ടിട്ട് ഇഷ്ടമാവുന്നവരൊന്ന് ഷെയർ ചെയ്യുക, ഒന്ന് കമൻ്റ് ഇടുക. അടുത്തൊരു കഥയായിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.